ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം, ഒരിക്കലും ഉറങ്ങാത്ത നഗരം എന്നൊക്കെ വിളിപ്പേരുള്ള മുംബൈ നഗരത്തിലേക്ക് സ്വാഗതം. 2 ദിവസങ്ങൾ കൊണ്ട് മുംബൈ നഗരം പരമാവധി എവിടെയൊക്കെ സന്ദർശിക്കാൻ സാധിക്കുമെന്നാണ് ഇവിടെ വിവരിക്കുന്നത്. ഇതിനെ ഒരു മുംബൈ ടൂർ അഥവാ ഒരു മുംബൈ ദർശൻ എന്ന് പേര് വിളിക്കാം. 2 ദിവസം കൊണ്ട് മുംബൈ സിറ്റി പൂർണ്ണമായി കാണാമെന്നല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. പകരം പരമാവധി എവിടെയൊക്കെ കാണാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. 2-ന് പകരം 3 ദിവസങ്ങൾ കിട്ടിയാൽ 3-ാം ദിവസം എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുകൂടെ ഈ വീഡിയോയുടെ അവസാനം വിവരിക്കുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. മഹാരാഷ്ട്ര ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ മുംബൈ ദർശൻ എന്ന പേരിൽ ഒരു മുംബൈ സിറ്റി ടൂർ സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്ത്യ ഗേറ്റ്, CST, റെയിൽവേ സ്റ്റേഷൻ എന്നീ സ്ഥലങ്ങളുടെ പരിസരത്തു നിന്നുമാണ് ടൂർ ഓപ്പറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് സമയം. സർക്കാർ ബസ്സുകൾ കൂടാതെ തന്നെ പ്രൈവറ്റ് ടൂറിസ്റ്റ് ഓപ്പറേറ്റേഴ്സും ടൂർ സംഘടിപ്പിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ മാത്രം കറങ്ങി വരുന്ന ഈ ബസ്സിലെ കാഴ്ചകൾ പൂർണ്ണമാണോ എന്ന് സംശയകരമാണ്. സമയക്കുറവും യാത്രക്കാരുടെ ബാഹുല്യം തന്നെയാണ് ഇതിന് കാരണം. ഇനി ടൂറിന് വേണ്ടി നല്ല ഒരു ഒരുക്കമാകാം. ആദ്യം ചിന്തിക്കേണ്ടത് എവിടെ റൂം എടുക്കാമെന്നുള്ളതാണ്. രാത്രി കാഴ്ചകൾക്ക് ഏറെ പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലൊരു താമസ സ്ഥലം വേണം. ഒത്തിരി അന്വേഷണങ്ങൾക്ക് ശേഷം ഞങ്ങൾ കൊളാബ തന്നെ തിരഞ്ഞെടുത്തു. കാരണം രാത്രി കാഴ്ചകൾക്ക് ഉത്തമമായ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, താജ് ഹോട്ടൽ, ഷോപ്പിങ്ങിന് ആവശ്യമായ കൊളാബ മാർക്കറ്റൊക്കെ നടന്നു ചെല്ലാവുന്ന ദൂരത്തിലാണ്. മറൈൻ ഡ്രൈവും CST റെയിൽവേ സ്റ്റേഷനുമൊക്കെ വളരെ അടുത്ത് തന്നെ. ഇതിനും രാത്രിയിലെ ബോംബെ ആസ്വദിക്കാൻ, ഉറങ്ങാത്ത ബോംബെ കാണാൻ താമസം കൊളാബയിൽ തന്നെ ഞങ്ങൾ ഉറപ്പിച്ചു. കൊളാബയിൽ താമസമാക്കിയത് കൊണ്ട് തന്നെ രാവിലെ തന്നെ നടന്ന് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, താജ് ഹോട്ടൽ പരിസരത്ത് ചെന്ന് പകൽ കാഴ്ചകൾ കണ്ട് ഫോട്ടോകളൊക്കെ എടുത്ത് സാവകാശം ഹോട്ടലിൽ തിരിച്ചെത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ യാത്ര ആരംഭിച്ചത്. വീണ്ടും ഇവിടെ രാത്രി കാഴ്ചകൾക്കായി വരുമ്പോൾ ഇതിൻ്റെ മനോഹാരിത കൂടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇനി നമുക്ക് യാത്ര ആരംഭിക്കാം. ഛത്രപതി ശിവാജി ടെർമിനസ് അഥവാ CST റെയിൽവേ സ്റ്റേഷൻ മുംബൈയിലെ ഹൃദയഭാഗത്ത് ഏറ്റവും പ്രാധാന്യവും തിരക്കേറിയതുമായ റെയിൽവേ സ്റ്റേഷനാണ് CST സ്റ്റേഷൻ. പണ്ട് വിക്ടോറിയ ടെർമിനസ് അഥവാ VT സ്റ്റേഷൻ എന്നറിയപ്പെട്ടിരുന്നു. 1888 സ്ഥാപിതമായത്. മൊത്തം നിലവിൽ 18 പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇനിയും പ്ലാറ്റ്ഫോമുകളുടെ എണ്ണം കൂടും. 2008 നവംബർ 26 നടന്ന ഭീകരാക്രമണങ്ങളിൽ CST റെയിൽവേ സ്റ്റേഷൻ്റെ പശ്ചാത്തലം ഓർമ്മയുണ്ടാകുമല്ലോ. 195ഓളം പേർ കൊല്ലപ്പെട്ട ആക്രമണങ്ങളിൽ CSTക്കൊപ്പം പശ്ചാത്തലമായത് താജ് ഹോട്ടൽ, ഒബറോയ് സ്റ്റുഡൻറ്റ്, നരിമാൻ പോയിന്റ്, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് തുടങ്ങിയ 8ഓളം സ്ഥലങ്ങളായിരുന്നു. ബോംബ് സ്ഫോടനം, വെടിവയ്പ്, ബന്ദിയാക്കൽ എന്നിവയായിരുന്നു ആക്രമണ രീതികൾ. ഇന്ത്യൻ സൈന്യം തുടങ്ങി വെച്ച ഓപ്പറേഷൻ 60 മണിക്കൂറോളം സമയമെടുത്താണ് വിജയകരമായി അവസാനിപ്പിക്കാൻ സാധിച്ചത്. പ്രിൻസ് ഓഫ് വെയിൽസ് മ്യൂസിയം, ഛത്രപതി ശിവജി മഹാരാജ വാസ്തു സംഗ്രഹാലയ എന്ന പുതിയ പേരുള്ള പ്രിൻസ് ഓഫ് വെയിൽസ് മ്യൂസിയം മുംബൈ MG റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആർട്ട്, ആർക്കിയോളജിക്കൽ, നാച്ചുറൽ ഹിസ്റ്ററി, റോയൽ ആൻഡ് ഫോട്ടോ ഹിസ്റ്ററി, ഇന്ത്യൻ മിനിയേച്ചർ, പെയിൻറ്റിംഗ്, ടെക്സ്റ്റൈൽ, കോയിൻ ഗാലറി തുടങ്ങി 20ഓളം ഗാലറികളാണ് ഇവിടെയുള്ളത്. ഈ മ്യൂസിയം ഇന്ത്യയുടെ ചരിത്രം വളരെ ഭംഗിയായി തന്നെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ധോബിഘട്ട്, മുംബൈ മഹാലക്ഷ്മി സ്റ്റേഷൻ ഫ്ലൈ ഓവർ ബ്രിഡ്ജിന് സമീപമുള്ള വസ്ത്ര അലക്കു കേന്ദ്രമാണ് ധോബിഘട്ട്. നഗരത്തിലെ കാറ്ററിംഗ് മേഖല, ഈവൻറ്റ് മാനേജ്മെൻറ്റ് മേഖല, ഹോട്ടൽ, ഹോസ്പിറ്റൽ തുടങ്ങി മറ്റ് സ്ഥാപനങ്ങളിലെ എല്ലാ അഴുക്കായ വസ്ത്രങ്ങൾ ഇവിടെ എത്തിച്ച് അലക്കി, ഉണക്കി, തേച്ച് തിരികെ വിതരണം ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഇവിടെയുള്ളത്. ഏകദേശം 100 കോടി രൂപയാണ് ഇവിടുത്തെ വാർഷിക വീട്ടുവരവാണെന്ന് കണക്കാക്കപ്പെടുന്നത്. വിദേശ ടൂറിസ്റ്റുകൾക്കും ഇതൊരു ആകർഷണ കേന്ദ്രമാണ്. ഹാങ്ങിങ് ഗാർഡനും കമല നെഹ്റു പാർക്കും 1881 ജനങ്ങൾക്ക് ജലം നൽകുന്ന ഒരു വാട്ടർ റിസർവോയറിന് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു മനോഹരമായ പാർക്കാണ് ഹാങ്ങിങ് ഗാർഡൻ. ഏകദേശം 4 ഏക്കറോളം വിസ്തീർണമുള്ള ഹാങ്ങിങ് ഗാർഡൻ കോംപ്ലക്സിൻ്റെ ഒരു ഭാഗമാണ് കമല നെഹ്റു പാർക്ക്. നെഹ്റുജിയുടെ സഹധർമ്മിണിയായ കമല നെഹ്റുവിൻ്റെ പേരിലാണ് ഈ പാർക്ക്. ഇവിടുത്തെ ബൂട്ട് ഹൗസ് കുട്ടികൾക്ക് ഏറെ സന്തോഷം നൽകുന്നതാണ്.
മണിഭവൻ 1917 മുതൽ 1934 വരെയുള്ള 17 വർഷങ്ങൾ മഹാത്മാഗാന്ധിയുടെ ബോംബെയിലെ താമസ സ്ഥലമായിരുന്നു ഇവിടം. 1955 മുതൽ മണിഭവൻ എന്ന പേരിൽ ഗാന്ധി സ്മാരകമായി പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ ഫോട്ടോയും പെയിൻറ്റിങ്ങുകളും പ്രവൃത്തികളും ഉൾപ്പെടുന്ന ഒരു വലിയ ഫോട്ടോ ഗാലറിയും കാരിക്കേച്ചർ കളക്ഷനുമാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ചോർ ബസാർ, ശബ്ദമുഖരിതമായ മാർക്കറ്റ് എന്നർത്ഥമുള്ള ഷോർ മാർക്കറ്റ് ആണ് ബ്രിട്ടീഷുകാർ ചോർ മാർക്കറ്റ് എന്ന് വിളിച്ചു തുടങ്ങിയത്. അക്കാലത്ത് ബോംബെ തുറമുഖത്തെത്തുന്ന കപ്പലുകളിൽ നിന്നും മോഷണ വസ്തുക്കളായിരുന്നു ഈ മാർക്കറ്റിൽ എത്തുന്നത് എന്നായിരുന്നു അവരുടെ ഭാഷ്യം. പിന്നീട് കള്ളൻ എന്ന അർത്ഥമുള്ള ചോറ് കൂടി ചേർത്താണ് അവർ ചോർ മാർക്കറ്റ് എന്ന് വിളിച്ചു തുടങ്ങിയത്. ഇപ്പോൾ പുരാവസ്തുക്കളും ഓട്ടോമൊബൈൽ അക്സസറീസ്, സെക്കൻഡ് ഹാൻഡ് വസ്തുക്കളൊക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ മാർക്കറ്റ്. സിദ്ധിവിനായക ക്ഷേത്രം 1801 സ്ഥാപിതമായ ഈ ക്ഷേത്രം ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഗണപതി ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. പ്രധാന വിഗ്രഹം ഏകശിലയിലാണ് കൊത്തിയെടുത്തിരിക്കുന്നത്. ക്ഷേത്രഗോപുരം പഞ്ചലോഹ നിർമ്മിതമാണ്. തിങ്കളാഴ്ചകളിലെ പ്രത്യേക പൂജയും അഭിഷേകങ്ങളും വളരെ പ്രസിദ്ധമാണ്. ധാരാവി സ്ലം ഏരിയ, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ചേരി പ്രദേശമാണ് ബോംബെയിലെ ധാരാവി. വാടക കൂടിയ നഗരങ്ങളിലൊന്നായ ബോംബെയിലെ കുറഞ്ഞ വരുമാനക്കാർ അഭയമായി കണ്ടിരുന്ന സബർബൻ വെസ്റ്റേൺ റെയിൽ പാതകൾക്കിടയിലുള്ള സ്ഥലമാണ് ധാരാവി. പണ്ടത്തെ അവസ്ഥകളൊക്കെ മാറി കുറേ ചെറിയ കോൺക്രീറ്റ് കെട്ടിടങ്ങളാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. വൃത്തിഹീനമായ ചുറ്റുപാടും തിരക്കും അന്നും ഇന്നും ഒരുപോലെ തന്നെ. ആദ്യ ദിവസത്തെ യാത്ര അവസാനിക്കാറായി. ഇനി നേരെ മറൈൻ ഡ്രൈവിലേക്ക്. പകൽ നേരങ്ങളിലെ മറൈൻ ഡ്രൈവ് ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ട് വേഗം ഹോട്ടലിലേക്ക് തിരിച്ചുപോയി. ടാക്സി വിട്ട് റൂമിലെത്തി ഒന്ന് വിശ്രമിച്ചു. രാത്രി ആഹാരവും കഴിച്ച് പുറത്തേക്ക്. മറൈൻ ഡ്രൈവിലെ രാത്രി കാഴ്ചകൾക്കായി. കൊളംബോയിൽ താമസമാക്കിയതുകൊണ്ട് തന്നെ ഹോട്ടലിൽ നിന്ന് നടന്ന് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അടുത്ത് ചെന്ന് അവിടെ നിന്ന് 3 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള മറൈൻ ഡ്രൈവിലേക്ക് പോകാം. ബസ്സാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ബസ് നമ്പർ 108. യഥേഷ്ടം ടാക്സിയും ലഭിക്കും. അധികം ചിലവില്ല. മറൈൻ ഡ്രൈവ് സൗത്ത് മുംബൈയിൽ 3.5 കിലോമീറ്ററോളം ദൂരത്തിൽ കടലിൻ്റെ ഓരം ചേർന്ന് കിടക്കുന്ന മനോഹരമായ റോഡാണ് മറൈൻ ഡ്രൈവിൻ്റെ ഹൈലൈറ്റ്. വളരെയേറെ തിരക്കുണ്ടെങ്കിലും മറൈൻ ഡ്രൈവിൽ പൂർണ്ണ സൗന്ദര്യം ആസ്വദിക്കാൻ സാധിക്കുന്നത് രാത്രിയിലാണ്. റോഡിനെ ചുറ്റി നിൽക്കുന്ന തെരുവുവിളക്കുകൾ ഒരു നെക്ലസ് പോലെ തോന്നുന്നത് കൊണ്ട് തന്നെയാണ് ഈ റോഡിനെ ക്യൂൻസ് നെക്ലസ് എന്ന പേരിലും അറിയപ്പെടുന്നു. കടലിൻ്റെ അരികിലൂടെ ഈ റോഡിലൂടെ ഉള്ള സഞ്ചാരവും കാഴ്ചകളും വളരെ വളരെ മനോഹരമാണ്. മറൈൻ ഡ്രൈവിലെ രാത്രി കാഴ്ചകൾ വളരെ ഹൃദ്യമായിരുന്നു. ഏറെ നേരം ചെലവഴിച്ച് രാത്രി വൈകിയാണ് ഹോട്ടലിലേക്ക് തിരിച്ചു പോയത്. ഇനി ബോംബെയിലെ 2ാമത്തെ ദിവസത്തെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.